മോർണിംഗ് എല്ലാവർക്കും വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഗൈഡൻസ് എടുക്കാം ഇന്നത്തെ. ഓക്കെ, ലെറ്റ്സ് സീ. യൂണിവേഴ്സ് നിങ്ങൾക്ക് കാർഡ്സ് നിങ്ങളോട് എന്താ പറയുന്നത്? യൂണിവേഴ്സ് എന്താ നിങ്ങളോട് പറയുന്നത്? എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വരുന്നത് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. യൂണിവേഴ്സ് എന്താ പറയുന്നത് നിങ്ങളോട് ഇന്നത്തെ ദിവസം? ഹൈ പ്രീസ്റ്റസ്, ക്വീൻ ഓഫ് കപ്സ്, ഇൻറ്റ്യൂഷൻ, എംപ്രസ് അല്ല എംപറർ, സോറി. സീരിയസ്ലി എനിക്ക് ഒറ്റ കാര്യം ഇവിടെ കാണാനുള്ളൂ. ഒരു വാക്ക് എന്ന് പറയാം. 3 കാർഡിൽ ഒരേ വാക്കാണ് നിങ്ങൾക്ക്. ഓക്കെ, 3 കാർഡ് കാണിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്. ഓക്കെ, ഇവിടെ പറയുന്നത് ഇൻറ്റ്യൂഷൻ, വിസ്ഡം, പേഷ്യൻസ്. ഇവിടെയും സെയിം തിങ്. ലവിങ്, ഗിവിങ്, സൈക്കിക് എന്ന് പറയുമ്പോഴും ഇൻറ്റ്യൂഷൻ ആണ്. ഓക്കെ, അഗൈൻ ഇവിടെയും ഇമോഷൻസ്, റിലേഷൻഷിപ്സ്, ഇൻറ്റ്യൂഷൻ. സോ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഫോക്കസ് എനിക്ക് കാണുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എന്താ പറയുന്നത്? ഓക്കെ, ചില സിറ്റുവേഷനെ കുറിച്ച്, ചില കാര്യങ്ങളെ കുറിച്ച്, നിങ്ങളുടെ ലൈഫിലുള്ള ഏത് കാര്യമായാലും ശരി. ഓക്കെ, ആ സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾ വേറെ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ ഒരാളോടും നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ നോളജും നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അറിയാനുള്ളതെല്ലാം, ഓക്കെ, അതെല്ലാം നിങ്ങളുടെ ആ അറിവ് യൂണിവേഴ്സ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ തന്നിട്ടുണ്ട്. നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് മാത്രം കണക്ട് ചെയ്താൽ മതി, വേറെ ഒന്നും വേണ്ട. ഓക്കെ, നിങ്ങൾ വേറെ ഒരാളോട് നിങ്ങൾ അഡ്വൈസ് ചോദിക്കാതിരിക്കുക. ഇവിടെ ഒന്നാമത്തെ കാര്യം എനിക്ക് കാണുന്നത്, നിങ്ങൾ വളരെ ലവിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. നിങ്ങൾ വളരെയധികം മറ്റുള്ളവരെ കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വളരെയധികം അങ്ങോട്ട് കെയർ കൊടുക്കുന്ന വ്യക്തിയാണ്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാഞ്ഞിട്ടല്ല. ഓക്കെ, ചില സ്ഥലങ്ങളിൽ നമ്മൾ പറയാറുണ്ട് ദാറ്റ് ചില സ്ഥലത്ത് പക്ഷെ നിങ്ങൾ ഒരു ബൗണ്ടറി വെക്കാനുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. ബൗണ്ടറി എന്ന് പറയുമ്പോൾ നിങ്ങളെ തന്നെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, കാരണം നിങ്ങൾ എപ്പോഴും അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. അതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താവെന്ന് വെച്ചാൽ ഇവിടെ ഏസ് ഓഫ് കപ്സ് ആണ്. ഓക്കെ, ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ടിലേക്ക് ഇങ്ങനെ ഇമോഷൻസിന്റെ കാര്യമാണ് അല്ലെ. ഇമോഷൻസ്, കെയറിങ് എല്ലാം നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതായിട്ടാണ്. വളരെയധികം നിങ്ങൾ കെയറിങ്, ഗിവിങ് പേഴ്സൺ ആണ്. ഇത് രണ്ടും പറയുന്ന അതേ കാര്യമാണ്. ഗിവിങ് പേഴ്സൺ ആണ് നിങ്ങൾ. ഒരുപാട് നിങ്ങൾ അതിൻ്റെ ഒപ്പം നിങ്ങൾ ഇൻറ്റ്യൂട്ടീവുമാണ്. ഓക്കെ, നിങ്ങൾ വളരെയധികം ഇൻറ്റ്യൂട്ടീവാണ്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം. ഓക്കെ, നിങ്ങൾ പക്ഷെ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ ഒരു കെയറിങ്ങും നേച്ചറും നിങ്ങളുടെ ഒരു സ്നേഹം കൊണ്ടുള്ള ആ ഒരു ഇതും നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നത് മാത്രമായി കൂടുതലായി പോവുകയാണ്. ഓക്കെ, അത് മാത്രമായി പോവുകയാണ്. നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നുണ്ടോ എന്ന് നോക്കേണ്ട സമയമാണ് ഇനി. ഓക്കെ, ഈ ഏസ് ഓഫ് കപ്സിന് നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, നിങ്ങൾ ഇതുവരെ മറ്റുള്ളവർക്ക് കൊടുത്തത്, മറ്റുള്ളവർക്ക് എത്ര ചെയ്തുകൊണ്ടിരുന്നു, അത് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ഫുള്ളായിട്ട് സാധിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഒരു ബൗണ്ടറി വെക്കാൻ നിങ്ങൾ പഠിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ എന്താവെന്ന് വെച്ചാൽ നിങ്ങൾ എംപ്റ്റി ആയി പോകും. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലാതെ ആയി പോകും. നിങ്ങൾ അവനവനോട് നിങ്ങൾക്ക് അവസാനം നിങ്ങൾ ഡ്രെയിൻ ആയി പോകുമെന്ന് പറയില്ലേ നമ്മൾ. എന്താ പറയുക, അത്രത്തോളം നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നില്ല എന്ന് നിങ്ങൾക്ക് ശരിക്കും ഇല്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. നിങ്ങൾക്ക് അത്രത്തോളം തിരിച്ചു കിട്ടുന്നില്ല. ഓക്കെ, ബട്ട് നിങ്ങൾ ഡ്രെയിൻ ആവാൻ തുടങ്ങും. നിങ്ങൾ വളരെയധികം ടയേർഡ് ആവാൻ തുടങ്ങും. ഓക്കെ, ഇവിടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ചെയ്ത കാര്യം നിങ്ങൾക്ക് അവസാനം തോന്നാൻ തുടങ്ങും, ഞാൻ ഇത്രയും ചെയ്തിട്ടൊക്കെ എന്തായി എന്നൊക്കെ നിങ്ങൾ സ്വയം ചോദിക്കാൻ ചിലപ്പോൾ ഇപ്പോൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇനി നിങ്ങളൊന്ന് ബ്ലോക്ക് വെക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളൊന്ന് ഒരു ബൗണ്ടറി വെക്കൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അവനവനെ പ്രൊട്ടക്ട് ചെയ്യൂ ഇനി. ഓക്കെ, നിങ്ങളുടെ എനർജി നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യൂ എന്നാണ് പറയുന്നത്. നിങ്ങൾ അങ്ങോട്ട് കൊടുക്കല് ഒരു ലേശം കുറച്ചിട്ട് ഇനി നിങ്ങൾ അവനവനെ കെയർ ചെയ്യുക, സെൽഫ് കെയറിലേക്ക് വരിക. നിങ്ങൾ ഈ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സ്നേഹം, മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കെയർ അതൊന്നും വേണ്ട എന്നല്ല, അതിലെല്ലാം ഒരു ലിമിറ്റ് വെക്കാം. ഓക്കെ, അതിലെല്ലാം ഒരു ലിമിറ്റ് വെക്കാനാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ഇതിന് ശേഷം ഇത് ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾ ഈ ഒരു ലിമിറ്റ് വെക്കുമ്പോഴേ നിങ്ങൾക്ക് ആഗ്രഹിച്ച എല്ലാം വരുന്നുണ്ട്. യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് എല്ലാം തരുന്നുണ്ട്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് വരും. ഇവിടെ എംപറർ ഉണ്ട്. മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് കരിയറിലാണെങ്കിൽ നിങ്ങൾക്ക് കരിയറിൽ ഗ്രോത്ത്, റിലേഷൻഷിപ്പിലാണെങ്കിലും ശരി,
എന്തിലായാലും ഓക്കെ നിങ്ങൾക്കൊരു നിങ്ങൾ എന്താ പറയുക, മേ ബി ഇതൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരുന്ന കാര്യമായിരിക്കാം, റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കാം. വളരെയധികം മേ ബി നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി നിങ്ങൾ ആരുമായിട്ടാണോ ഡീൽ ചെയ്യുന്നത്, അതിപ്പോൾ ഓഫീസിലായാലും ശരി, വീട്ടിലായാലും ശരി, ഫാമിലിയിലായാലും ശരി, ഒരു റിലേഷൻഷിപ്പ് ആയാലും ശരി, ഓക്കെ നിങ്ങൾ ഒരുപാട് ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയോടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ ആ ഈഗോയിസ്റ്റിക് വ്യക്തിയോട് നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ ഇമോഷൻസ് കാണിക്കില്ല, അവർ നിങ്ങൾക്ക് വേണ്ട തരത്തിൽ നിങ്ങളെ കെയർ ചെയ്യുന്നില്ല. ഓക്കെ അതിപ്പോൾ അഗെയിൻ ബന്ധത്തിൽ മാത്രമാവണമെന്നില്ല. ഓക്കെ ഈവൻ ജോലി സ്ഥലത്തായാലും ശരി, ഓക്കെ നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ ബോസ് ആയിരിക്കാം, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കാം, ഓക്കെ അവർ ഒരുപാട് നിങ്ങളെ ഒരു കൊളീഗ് ആണെങ്കിൽ അവർ നിങ്ങളെ വളരെയധികം അവർ ഒരു ബോസി നേച്ചർ ആയിരിക്കാം. പക്ഷെ നിങ്ങളാണെങ്കിൽ എങ്ങനെയാണ് വളരെ ഹെൽപ്ഫുള്ളാണ്, അവരെ നോക്കിയിട്ടും കെയർ ചെയ്തിട്ടും അവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടും അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ. പക്ഷെ നിങ്ങളോട് ഇപ്പോൾ പറയുന്നത് അത് നിങ്ങളെ ഡ്രെയിൻ ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ അങ്ങനെ ആരെങ്കിലും ഒരാൾ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാം. ആ വ്യക്തി കാരണം അതിപ്പോൾ ഫാമിലിയിലും ആവാട്ടോ, ഈവൻ പാരൻസ് ആവാം, സിസ്റ്റർ ബ്രദർ ആവാം, ലൈക്ക് നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ആവാം, ആരോ ആയിക്കോട്ടെ. ഓക്കെ ഈഗോ ആയിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. നിങ്ങളാണെങ്കിലോ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്. നിങ്ങളെല്ലാം തുറന്നു പറയുക, കൂടുതൽ അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുക, സ്നേഹിക്കുക. സ്നേഹം എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ കെയർ ആയാലും ശരി, ഓക്കെ നിങ്ങളത് വളരെയധികം തുറന്നു കാണിക്കുന്ന ഒരു നേച്ചറാണ് നിങ്ങളുടെ. നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് എനിക്കിവിടെ കാണുന്നത്. സോ നിങ്ങൾ ആരോ ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തി, ഓക്കെ അവർ വളരെയധികം ഈഗോ ഉണ്ട് അവർക്ക്. അവർ ഒരു എന്ന് വെച്ചാൽ ഉള്ളിൽ സോഫ്റ്റ് നേച്ചർ ഇല്ല എന്നല്ല, പക്ഷെ അവർ കാണിക്കുന്നില്ല. ഓക്കെ അവർ നിങ്ങളോട് കാണിക്കുന്നത് വളരെ ചിലപ്പോൾ ശരിക്കും ബോസി ആയിട്ടുള്ള നേച്ചർ ആയിരിക്കാം. ഓക്കെ അവരുടെ കൺട്രോൾ നിങ്ങളെ വെക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം. പക്ഷെ അങ്ങനെയുള്ള അവിടെ ഇനി നിങ്ങൾ അങ്ങോട്ട് കൊടുക്കൽ നിർത്തുക എന്നാണ് പറയുന്നത്. അങ്ങോട്ട് ചെയ്തു കൊടുക്കൽ, അങ്ങോട്ട് എന്താണോ നിങ്ങൾ ചെയ്യുന്നത്, കെയർ ആയാലും ശരി, നിങ്ങൾ സപ്പോർട്ടായാലും ശരി, എന്ത് തന്നെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും, റിലേഷൻഷിപ്പ് ആണെങ്കിലും സ്നേഹം കൊണ്ടാണെങ്കിലും ശരി, ഓക്കെ അതൊക്കെ എല്ലാത്തിനും നിങ്ങളൊരു ബൗണ്ടറി വെക്കണം എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ എന്നാൽ മാത്രമേ ഇനി നിങ്ങൾ, പക്ഷെ ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വിഷസ് വരുന്നത്, നിങ്ങളുടെ വിഷസ് ആക്ച്വലി 9 and 9 ആണ് ഇവിടെ. ഓക്കെ കംപ്ലീഷൻ. ഓക്കെ ചില കാര്യങ്ങൾ ഇവിടെ എൻഡ് ആവാനുണ്ട്. ആ എൻഡിങ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ ഒരു നിങ്ങൾ എങ്ങനെയാണോ ഇപ്പോൾ ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ അതൊന്നും മാറ്റേണ്ട ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ നിങ്ങൾ ഏതെങ്കിലും ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ ഇനി നിങ്ങൾ അല്പം നിങ്ങൾ പുറകോട്ടാവുക, നിങ്ങളൊരു ബൗണ്ടറി വെക്കാൻ പഠിക്കുക, നിങ്ങളെ തന്നെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യൂ. ഓക്കെ നിങ്ങളുടെ ആ ഒരു ലൈക്ക് സോഫ്റ്റ് നേച്ചർ ഉണ്ടല്ലോ, നിങ്ങളുടെ വളരെ കെയറിങ് ആയിട്ടുള്ള നേച്ചർ, അവർക്കത് ഇഷ്ടമാണ്. ഓക്കെ യെസ് അവർക്കത് ആഗ്രഹം തന്നെയാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം അത് ശരിയല്ല അല്ലേ. നിങ്ങളുടെ അടുത്ത് മാത്രം അങ്ങോട്ട് വാങ്ങിക്കൊണ്ടിരുന്നാൽ അത് ഒരിക്കലും ശരിയല്ല. അപ്പം നിങ്ങൾക്ക് കൂടി തിരിച്ച് കിട്ടണം. ഓക്കെ നിങ്ങൾക്ക് തിരിച്ച് ഒരല്പം സ്നേഹമോ കെയറോ എന്തെങ്കിലും ഒരു സമയമായാലും ശരി, എന്ത് തന്നെ ആയാലും ഓക്കെ അത് നിങ്ങൾക്ക് കിട്ടണം. സോ ഒരു ചെറിയ ബൗണ്ടറി നിങ്ങൾ വെക്കാൻ പഠിക്കുക. ഓക്കെ നിങ്ങൾ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ഡ്രെയിനായി പോകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. സോ ഒന്ന് കെയർ വെക്കുക, നിങ്ങളെ തന്നെ ഒന്ന് കെയർ ചെയ്യുക. ഓക്കെ ഇപ്പം നിങ്ങൾ സെൽഫ് ലവിലേക്ക് വരേണ്ട ഒരു സമയമാണ്. ഓക്കെ പക്ഷെ നിങ്ങളുടെ ഒരു കാര്യങ്ങൾ ബെറ്റർ ആവുന്നതായിട്ടും എനിക്ക് കാണുന്നുണ്ട്. സിറ്റുവേഷൻ എന്ത് തന്നെ സിറ്റുവേഷൻ ആയാലും ശരി, ഓക്കെ നിങ്ങൾക്ക് വിഷസ് ഫുൾഫിൽ ആവുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്, ആഗ്രഹങ്ങൾ ഫുൾഫിൽ ആവുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ കുറച്ച് പേർക്ക് എനിക്ക് വേറൊരു കാര്യം എനിക്ക് തോന്നിയത്, നിങ്ങൾ എന്തെങ്കിലും സ്പിരിച്വൽ കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, ഓക്കെ സ്പിരിച്വലി ഇപ്പോൾ ഇതുപോലെ തന്നെ ടാരോ അല്ലെങ്കിൽ വേറെ ഏതാ പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഹീലിംഗ് വർക്ക് എന്ന് പറഞ്ഞാൽ ഹീലേഴ്സായിട്ട് റേക്കി ഹീലറോ പ്രാണിക് ഹീലറോ എന്തെങ്കിലും തരത്തിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കണക്റ്റഡ് ആണെങ്കിൽ, അങ്ങനെ വല്ല നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്വന്തമായിട്ട് എന്തെങ്കിലും നിങ്ങൾ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യെസ് അത് നടക്കും. ഓക്കെ അത് നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് കാണുന്നത്. ഓക്കെ ബട്ട് അതിനുമൊക്കെ ഐ തിങ്ക് ഇവിടെ ഒരു ബൗണ്ടറി മേ ബി നിങ്ങൾ എന്തോ അവനവനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യം എനിക്ക് കാണുന്നുണ്ട്. യെസ് അങ്ങനത്തെ വല്ല ഹീലിംഗ് വർക്ക് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങളൊരു ലേശം അവനവനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ കാരണം അങ്ങനത്തെ നമ്മൾ ഒരുപാട് നിങ്ങൾ അങ്ങനെ ഹീലിംഗ് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എനർജി ഡ്രെയിൻ ആയി പോകും. ഓക്കെ അതുകൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ അത് കുറച്ച് പേർക്കുള്ള ഇതാണ്. വളരെ എത്ര പേര് കാണുന്നുണ്ട് അങ്ങനത്തെ എനിക്കറിയില്ല. ഓക്കെ ബട്ട് നിങ്ങൾക്കുള്ളൊരു അഡ്വൈസ് ഇവിടെ കാണുന്നുണ്ട്. കാരണം എന്തായാലും നിങ്ങൾക്ക് പക്ഷെ മുന്നോട്ട് ഫ്യൂച്ചർ ഇയേഴ്സ് വളരെ നല്ലതാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. റിലേഷൻഷിപ്പിലായാലും ശരി, കരിയറിലായാലും ശരി, കരിയറിൽ ഏതെങ്കിലും നിങ്ങളുടെ ബോസ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഒരു ലിമിറ്റേഷൻ വെക്കുക. നിങ്ങൾ അങ്ങോട്ട് ലൈക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ബോസ് ആവണമെന്നില്ല. ഓക്കെ ആരെങ്കിലും നിങ്ങളെ അങ്ങനെ ഒരുപാട് ഭരിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഈഗോയിസ്റ്റിക് ആയിട്ട് ആരെങ്കിലും നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ഓക്കെ ഞാൻ കുറച്ച് അഡ്വൈസ് കാർഡ്സ് കൂടെ എടുത്തേക്കാം. ഓക്കെ ഇവിടെ കുറച്ച് പേർക്ക് എനിക്ക് നിങ്ങളൊരു സ്വന്തമായിട്ടൊരു എംപയർ ബിൽഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും സ്വന്തമായിട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു ഗ്രോത്ത് അങ്ങനെയും കാണുന്നുണ്ട്. എനിക്ക് കുറച്ച് പേർക്ക് അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ലൈക്ക് മേ ബി ബിസിനസ്സിലോ നിങ്ങളുടെ സ്വന്തം ബിസിനസ് ആണെങ്കിൽ അതിൽ നിങ്ങൾ വളരെയധികം ഉയർച്ച കിട്ടുന്നത്, അല്ലെങ്കിൽ
ഓഫീസിലോ ജോലി സ്ഥലത്തോ ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഉയർച്ച വരുന്നതായിട്ടൊക്കെ എനിക്ക് കാണുന്നുണ്ട്. ചിലപ്പോൾ അങ്ങനെയും പറയാം കേട്ടോ. ഓക്കെ, കുറച്ച് പേർക്ക് അങ്ങനെ ഒരു കാര്യം കൂടി എനിക്ക് തോന്നി. 2-3 ഒരേ സിറ്റുവേഷൻ എല്ലാവർക്കും ആയിരിക്കില്ലല്ലോ. ഓക്കെ, ബട്ട് എന്തായാലും ഇവിടെ നിങ്ങളുടെ വിഷസ് ഫുൾഫിൽ ആവുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ആൻഡ് ലേശം നിങ്ങളോട് ഒന്ന് അവനവനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറയുന്നുണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങളൊരു ബൗണ്ടറി വെക്കാൻ പഠിക്കണം, അവനവനെ നിങ്ങളൊന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ പഠിക്കണം എന്നാണ്. നിങ്ങളുടെ എനർജി ഡ്രെയിൻ ആവാതെ സൂക്ഷിക്കാൻ എനിക്ക് അതാണ് മെയിനായിട്ട് പറയാൻ തോന്നിയത്. ഓക്കെ, ലെറ്റ്സ് സീ. ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻസ് കുറച്ച് പേർക്ക്. ഓക്കെ, കെയറിങ് കണക്ഷൻസ്, ദ സൺ, വെരി ഗുഡ്. ഡോർ ടു പേഴ്സണൽ ഹീലിംഗ് ഞാൻ പറഞ്ഞില്ലേ, ഹീലിംഗ് എവിടെയോ. ഓക്കെ, തേർഡ് ചക്ര, ആർക്കേഞ്ചൽ ഷാമുവൽ ആൻഡ് ദ ടെമ്പിൾ പാത്ത്. യെസ്, നിങ്ങൾക്ക് സ്പിരിച്വൽ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ പാത്തിൻ്റെ ഒരു ഓപ്പണിംഗ് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഹീലിംഗ് വർക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ആക്ച്വലി നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്ത്, ഞാൻ പറഞ്ഞു നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ് വളരെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വർദ്ധിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു പീരീഡ് ആണ് നിങ്ങൾക്ക്. സോ ആക്ച്വലി സോ ഐ തിങ്ക് അത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു സ്പിരിച്വൽ പാത്തിൽ. ആൻഡ് ഇത് നിങ്ങൾക്ക് ഒരു ലൈക്ക് സ്പിരിച്വൽ ഗ്രോത്ത് കൊണ്ടുവരുന്ന പീരീഡ് ആയിട്ടാണ് എനിക്ക് കാണുന്നത്. വെരി ഗുഡ്. ഓക്കെ, ആൻഡ് ഇവിടെ ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ ഒരു ഗ്രോത്ത് നിങ്ങളുടെ കരിയറിലാണെങ്കിൽ നിങ്ങൾക്കൊരു ഗ്രോത്ത്, കുറച്ച് പേർക്ക് അത് കാണുന്നുണ്ട്. കരിയറിൽ ഗ്രോത്ത്, നിങ്ങൾക്കൊരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു സീനിയർ ലെവലിലേക്ക് മാറാൻ എംപ്രറായിട്ട് എന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ മാനേജർ ആയിരിക്കാം, ലീഡർ ആയിരിക്കാം, കുറച്ചുകൂടി അല്ലെങ്കിൽ ലീഡർഷിപ്പ് റോൾ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടുക, എന്തെങ്കിലും അങ്ങനത്തെ ഒരു കാര്യം ഇവിടെ എനിക്ക് കുറച്ച് പേർക്ക് കാണുന്നുണ്ട്. സോ നിങ്ങളുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ എന്തെങ്കിലും ബെറ്റർ ആവുന്നതായിട്ട്. ആക്ച്വലി നമ്പേഴ്സ് നോക്കിക്കോളൂ, ഇതും ഇവിടെ 13 ആയിരുന്നു. സോ 4 ആണ്, ഇവിടെയും 4 ആണ്. ഓക്കെ, സോ ഓക്കെ. ഞാൻ ഇവിടെ കെയറിങ് കണക്ഷൻസ് നിങ്ങളുടെ ലൈഫിൽ വരും എന്ന് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളെ മനസ്സിലാക്കുന്ന വ്യക്തികൾ, ഓക്കെ, നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികൾ, നിങ്ങൾ എങ്ങനെയാണോ അങ്ങോട്ട് കെയർ കൊടുക്കുന്നത് അതേപോലെ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ വരും എന്ന് കാണുന്നുണ്ട്. ഓൾറെഡി ഉള്ള വ്യക്തികളാണെങ്കിലും ശരി. ഓക്കെ, നിങ്ങൾ പക്ഷെ അതിന് ഞാൻ പറഞ്ഞു അങ്ങോട്ട് മാത്രം കൊടുത്തുകൊണ്ടിരിക്കരുത്. നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുന്നുണ്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ലേശം നിങ്ങളൊന്ന് പുൾ ബാക്ക് ചെയ്യുക. ഓക്കെ, അത്ര ചെയ്താൽ മതി. ഒന്ന് പുൾ ബാക്ക് ചെയ്യുക. നിങ്ങൾ കൊടുക്കരുത് ചെയ്യരുത് എന്നൊന്നും അല്ല പറയുന്നത്, നിങ്ങൾക്ക് സാധിക്കില്ല, എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു ലിമിറ്റ് വെക്കാൻ പഠിക്കൂ. ഓക്കെ, ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രെയിൻ ആകുമ്പോൾ അത് ഇങ്ങോട്ടും കൂടി തിരിച്ച്, പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് തിരിച്ചും കിട്ടുള്ളൂ. അത് മനസ്സിലാക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നിങ്ങൾ അവൈലബിൾ ആണ്, എപ്പോഴും നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും അത് വാല്യൂ ഉണ്ടാവില്ല. സോ അതുകൂടി ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ സൺ കാർഡ് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ് ആണ് എനിക്ക് കാണുന്നത്. ഓക്കെ, സന്തോഷങ്ങൾ, ഹാപ്പിനെസ്, സ്നേഹം എല്ലാം നിങ്ങൾക്കുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ഡോ ടു പേഴ്സണൽ ഹീലിംഗ് ആൻഡ് ഹാപ്പിനെസ്. ഓക്കെ, അഗൈൻ ഏസ് ഓഫ് കപ്സ് പറയുന്നത് നമ്മുടെ ഹീലിംഗ് എനർജിയാണ്. ഞാനതാ പറഞ്ഞത്, ഏസ് ഓഫ് കപ്സ്, ക്വീൻ ഓഫ് കപ്സ് എല്ലാം ഒരു ഹീലിംഗ് എനർജി എനിക്ക് ഇവിടെ വളരെയധികം കാണുന്നുണ്ട്. സോ കുറച്ച് പേർക്ക് വളരെ സ്ട്രോങ് ആയിട്ട് എനിക്കൊരു സ്പിരിച്വൽ പാത്ത് നിങ്ങൾ ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ മെഡിറ്റേഷൻ പ്രാക്ടീസസ്, യോഗ പ്രാക്ടീസസ്, അങ്ങനത്തെ എന്താണോ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഐ തിങ്ക് യൂണിവേഴ്സുമായിട്ട് കുറച്ചുകൂടി അടുക്കുന്ന ഒരു ഇത് കാണുന്നുണ്ട്. മേ ബി അതിൻ്റെ വല്ല വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ നല്ലതാണ്. ബട്ട് യെസ്, അവിടെയും നിങ്ങൾ സ്വയം പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം ഓർമ്മ വയ്ക്കുക. ആൻഡ് ഇവിടെ തേർഡ് ചക്ര ആർക്കേഞ്ചൽ ഷാമുവലാണ്. ഇത് നമ്മുടെ കോൺഫിഡൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ കുറെ കൂടി കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. ഓക്കെ, ഇവിടെ നിങ്ങൾ എപ്പോഴും നമ്മൾ അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ബട്ട് തിരിച്ച് നമുക്ക് എന്തെങ്കിലും വേണം എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കില്ല. സോ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ആവശ്യം കുറച്ചുകൂടി കോൺഫിഡൻസ് ആണ്. ആക്ച്വലി എല്ലാ കാർഡിലും എനിക്കൊരു കുറച്ച് യെല്ലോ കൂടുതൽ കാണുന്നുണ്ട്. യെസ്, ഓക്കെ, എന്തായാലും നിങ്ങൾ കോൺഫിഡൻസ് നിങ്ങളുടെ വർദ്ധിപ്പിക്കുക. നിങ്ങളുടെ സെൽഫ് വാല്യൂ നിങ്ങൾ റിയലൈസ് ചെയ്യുക. നിങ്ങളെന്താണ്, നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് നിങ്ങൾ സ്വയം റിയലൈസ് ചെയ്യുക. ഓക്കെ, കുറച്ച് പേര് മേ ബി വല്ല മെഡിക്കൽ ഫീൽഡ് അങ്ങനത്തെ പല കാര്യങ്ങളായിരിക്കാം, ഹീലിംഗ് എനർജീസുമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങൾക്കും എന്തെങ്കിലും നിങ്ങളുടെ സ്വന്തമായിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്പിരിച്വൽ എനർജിയാണെന്ന് എനിക്ക് കൂടുതലും ഫീൽ ചെയ്യുന്നത്. ഈ 3 കാർഡും ആക്ച്വലി സ്പിരിച്വലിൻ്റെ ഒരു എനർജിയാണ്. ആൻഡ് ഇത് കണ്ടതും ഒക്കെ സ്പിരിച്വലിൻ്റെ ആയിരുന്നു. സോ എവിടെയോ ഐ തിങ്ക് അങ്ങനത്തെ കുറച്ച് പേര് കാണുന്നുണ്ടാവാം. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പക്ഷേ ഒരു പ്രൊട്ടക്ഷൻ്റെ ഒരു ആവശ്യമുണ്ട്. ശ്രദ്ധിക്കൂ. ഓക്കെ, ബി കെയർഫുൾ. ആൻഡ് കോഡ് കട്ടിങ് ചെയ്യാം. കുറച്ച് പേർക്ക് മേ ബി എനിക്കത് തോന്നി പെട്ടെന്ന്. ഓക്കെ, മേ ബി കോഡ് കട്ടിങ് ചെയ്യുക. നിങ്ങൾ അങ്ങനെ ഹീലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ശേഷം കോഡ് കട്ടിങ് ചെയ്യുക. കാരണം നിങ്ങളുടെ എനർജി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമല്ലോ, ആവശ്യമാണ്, നിങ്ങൾക്കറിയാം. ഓക്കെ, സോ അതും ഒരു മെസ്സേജ് എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, സോ എനിവേ എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. എന്തായാലും നിങ്ങൾ ബൗണ്ടറീസ് വെക്കാൻ പഠിക്കുക. അതാണ് ഇവിടെ മെയിൻ ഉദ്ദേശം. ഓക്കെ, ബൗണ്ടറീസ് വെക്കാൻ പഠിക്കുക. ആൻഡ് നിങ്ങളുടെ ഗ്രോത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും എന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങൾ സ്നേഹമായാലും കരിയറിൽ ഗ്രോത്ത് ആയാലും നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ആവാൻ പോകുന്നു എന്നും പറയുന്നുണ്ട്. ഓക്കെ, സോ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. നന്ദി, നമസ്കാരം.